അരുത്, ഞാൻ നായാടിയല്ല. എന്റെ പക്കൽ ആയുധങ്ങളുമില്ല. എന്തേ കുട്ടി ഇത്ര നേരം വൈകാൻ? മേലേക്കുന്നിലായിരുന്നു ഇന്നത്തെ മേച്ചിൽ, അതുകൊണ്ട് നേരം പോയത് അറിഞ്ഞില്ല. കുട്ടിയകത്ത് പോക്കോളൂ. ഞാൻ തന്നെ പറയാം, ദേശാടനക്കാരനായ ഒരു പരദേശിയാണ് ഞാൻ. ഒരു പകൽ കൊണ്ട് ഈ മലനിരകൾ താണ്ടാമെന്ന് കരുതി, പക്ഷേ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അന്ത്യയായി. ഇന്ന് രാത്രി തലചായ്ക്കാൻ ഒരിടം കിട്ടിയാൽ ഉപകാരമായി. കാഴ്ചയിൽ നല്ല കുടുംബത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. സംസാരവും നന്ന്. നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ കഴിയാം. പിന്നൊരു കാര്യം, കാട്ടുജാതിക്കാരാണെങ്കിലും ഞങ്ങൾ സസ്യഭുക്കുകളാണ്. നിങ്ങൾ മാംസം കഴിക്കുന്നയാളാണെങ്കിൽ തന്നെത്താനെ പാകം ചെയ്യേണ്ടി വരും. ഇവിടെ കോഴിയുണ്ട്, ആടുണ്ട്, മുയലുണ്ട്, എന്തു വേണമെങ്കിലും ആകാം. തൊട്ടു തിന്നുന്നതിൽ തിരുവേനിക്ക് വിരോധമൊന്നുമില്ലല്ലോ. ദേശാടനം ചെയ്യുന്ന ആളല്ലേ. തീണ്ടലും തൊടിയിലും ഒക്കെ കുറെ നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുക. അകത്തേക്ക് വരാം. ഇങ്ങോട്ട് വരാം. നന്ദിനി മകളാ? ഞാൻ നേരത്തെ കണ്ടിരുന്നു, എന്നെ കണ്ടില്ലെന്നേ ഉള്ളൂ. അങ്ങയുടെ മകളെയും ആടുകളെയും പിന്തുടർന്നാണ് ഞാൻ ഇവിടെ എത്തിയത്. മോളെ, വേഗം അത്താഴം ഒരുക്കൂ. നമ്മുടെ അതിഥിക്ക് നല്ല വിശപ്പുണ്ടാവും. അനിയൻകുട്ടിയുടെ പേരെന്താ? ബലദേവൻ. ഇളയവനാ. ഒക്കെ ഒന്ന് ഇറക്കി വെക്കാം. അക്കൂട്ടരെ കണ്ടിട്ട് നാട്ടിലുള്ളവരാണെന്ന് തോന്നണില്ലല്ലോ. അവരെവിടെ നിന്ന് വന്നവരാണെന്നറിയോ? അവരെത്ര നാളായി ഇവിടെ താമസിക്കണോ? കുറച്ച് മതി. മതി. തിരുമേനിയുടെ ഈ യാത്ര എങ്ങോട്ടാണ്? ഇലവങ്കോട് ദേശം വരെ. ഇലവങ്കോട് അതിർത്തിയിലേക്ക് ഇനി ഏറെ പോണോ? നാടാടയായതുകൊണ്ട് ചോദിക്കാണ്. പുലരും മുമ്പ് പുറപ്പെട്ടാൽ ഉച്ചയോടെ എത്തും. അവിടെ അധിക നാൾ തങ്ങാനാണോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോ ഒരാഴ്ച, അല്ലെങ്കിൽ ഒരു മാസം. അത് തന്നെ ചിലപ്പോ പിന്നെയും നീളും. അവിടെ ചെന്നാലേ പറയാൻ പറ്റൂ. എന്തായാലും സൂക്ഷിക്കണം. അത്രയ്ക്ക് അധർമ്മം പെരുത്ത നാടാ. അങ്ങ് ഇലവങ്കോട് പോകാറുണ്ടോ? ഇല്ല, പോയിരുന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. അധർമ്മം ഭയന്ന് അവനവന്റെ കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? ആഹാ. ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഇവിടത്തെ രീതികൾ കണ്ടിട്ട് കാട്ടിൽ പാർക്കുന്നവരുടേതാണെന്ന് തോന്നണില്ല. ഈ ഭക്ഷണം പോലും ആഠ്യരുടേതാണ്. തിരുമേനിയുടെ തോന്നൽ ശരിയാണ്. നാട്ടിലെ കാട്ടാളന്മാരെ പേടിച്ച് കാട്ടിൽ വന്ന് കഴിയുന്നവരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഏത് നാട്ടിലെ കാട്ടാളന്മാർ? ഇലവങ്കോട്ടയാണോ? അച്ഛൻ പറഞ്ഞില്ലേ അത്ര അറിഞ്ഞാൽ മതിയെന്ന്. പിന്നെ എന്തിനാ കൂടുതൽ ചോദ്യങ്ങൾ? മനഃപൂർവ്വം അല്ലെങ്കിലും മര്യാദയുടെ അതിരുകൾ ലംഘിച്ചതിന് മാപ്പ്. മുട്ടയിൽ എന്താടാ?
അയ്യോ കുറച്ച് കാറ്റ് കഴിഞ്ഞാ തമ്പ്ര. കുറച്ചോ കൂടുതലോ ഞങ്ങൾ തീരുമാനിക്കും. ഇറക്കി വെക്കേ. കണ്ടാൽ അറിഞ്ഞൂടെ തമ്പ്ര? നീയാണോ ന്യായം പറയാൻ? ഇറക്കി വെക്കേ. ഇരുട്ടും മുമ്പ് മടങ്ങിക്കോണം. ഓ, എടുത്തോണ്ട് പോ. എന്താ തുണിക്കെട്ടിൽ? പഴന്തുണിയാണേ. പഴന്തുണിയും കൊണ്ട് അമ്മാവൻ വന്ന വഴിയെ നടന്നു. കണ്ട പണ്ടാരങ്ങൾക്ക് തെണ്ടി നടക്കാനുള്ള സ്ഥലമല്ല ഇലവങ്കോട് ദേശം. പോ പോ. പേര്? അത് തമ്പുരാനോട് പറഞ്ഞോളാം. അത് പറയാതെ ഇവിടം കടന്നു പോകാൻ കഴിയില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ വരുന്നത്. തെളിവുണ്ടോ? കാണിക്ക്. എന്റെ വാക്കുകൾ തന്നെയാണ് എന്റെ തെളിവ്. തറക്കിച്ചു നിൽക്കാൻ നേരില്ല. ഇവനെ പിടിച്ചു കെട്ടി പുൽമടയിൽ താക്കൂ. അതാ അവൻ തന്നെ. പിടിക്കവനെ. ഇവനാ മേധാവി ചൗക്കയിൽ വെച്ച് എന്റെ കൂട്ടരെ അടിച്ചു വീഴ്ത്തി ദേശത്തേക്ക് കടന്നത്. ബ്രാഹ്മണനോ? എന്നിട്ടാണോ ഈ അതിക്രമമൊക്കെ കാട്ടിയത്? അതോ ഇതും മാളവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചിമിട്ടോ? അല്ല, യഥാർത്ഥമാണ്. എന്നാൽ പിന്നെ വരവിന്റെ ഉദ്ദേശം വെളിപ്പെടുത്തിക്കൂടെ? തീർച്ചയായും. പക്ഷെ ഇവിടെയല്ല, പറയേണ്ടടുത്ത് അത് കേൾക്കേണ്ടയാളുടെ മുമ്പിൽ. ഒരു ബ്രാഹ്മണന് ദേശാതിർത്തി അതിക്രമിച്ചു കിടക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? പിന്നെ എന്താണ് ഈ നാടകത്തിന് പിന്നിൽ? ക്ഷമിക്കണം, അങ്ങയുടെ മുന്നിൽ മാത്രമേ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താവൂ എന്ന് അമ്മാവൻ നിർദ്ദേശിച്ചിരുന്നു. ഞാനതനുസരിച്ചു എന്ന് മാത്രം. മാപ്പാക്കണം. ആരാണ് താങ്കളുടെ അമ്മാവൻ? അഗ്നിശർമ്മൻ. അപ്പോൾ അദ്ദേഹം വന്നില്ലേ? വരില്ലേ? അമ്മാവൻ തന്നയച്ചതാണ്. വായിക്ക്. ഇലവങ്കോട് ദേശത്തെ നാടുവാഴി ഉണിക്കോമൻ സമക്ഷം പാലൂർ ദേശത്തെ അഗ്നിശർമ്മൻ ബോധിപ്പിക്കുന്ന എന്തെന്നാൽ, ഈ ഏടുമായി വരുന്നത് എന്റെ അനന്തരവൻ ജാതവേദനാണ്. അങ്ങയുടെ ആവശ്യവും അപേക്ഷയും അനുസരിച്ച് നേരിൽ വരാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ഈ പ്രായത്തിൽ ഇത്രയും നീണ്ട ഒരു യാത്ര ശരിയാകുമോ എന്ന് ഞാൻ സന്ദേഹിക്കുന്നു. മനസ്സിച്ഛിക്കുന്നിടത്ത് ശരീരം എത്തിപ്പെടാത്ത അവസ്ഥ. അതുകൊണ്ട് ദയവായി പൊറുക്കണം. വിസമ്മതമില്ലെങ്കിൽ ജാതവേദന കൊണ്ട് അങ്ങയുടെ പത്നിയെ ചികിത്സിപ്പിക്കാം. എന്റെ ശിഷ്യൻ മാത്രമല്ല, പിൻഗാമി കൂടിയാണവൻ. വൈദ്യവൃത്തിയിൽ ഒരുപക്ഷെ എന്നെക്കാളും കേമനാണവൻ. ജാതവേദന്റെ കഴിവിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. താമസം വിന അങ്ങേക്കും അത് ബോധ്യപ്പെടും. തിരുമനസ്സിനും പ്രജകൾക്കും ആയുരാരോഗ്യങ്ങൾ നേർന്നുകൊണ്ട് ഇക്കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല.
രോഗിയുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? ജാതവേദൻ തൽക്കാലം വൈദ്യഗ്രഹത്തിൽ താമസിക്കട്ടെ. മൂസിനെ കണ്ട് ഉടനെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. അടിയൻ. വിശ്വസിക്കാമോ? ഒന്ന് പരീക്ഷിച്ച് കളയാം. എന്താ? തിരുമേനി, പുതിയ വൈദ്യനാണ്. തെളിച്ചു പറഞ്ഞാൽ സാക്ഷാൽ അഗ്നിശർമ്മൻ തിരുമേനിയുടെ അനന്തരവൻ. ഈ പതിഞ്ഞ മട്ട് കണ്ട് തെറ്റിദ്ധരിക്കരുത്. വന്ന വരവിൽ നാട് ഇളക്കി കളഞ്ഞില്ലേ? എന്താ പേര്? ജാതവേദൻ. ഇവിടെ പാർപ്പിക്കാനാണ് കൽപ്പന. ആയിക്കോട്ടെ, സന്തോഷം. അടുപ്പം തോന്നിയതുകൊണ്ട് പറയുക. പല പ്രകൃതമാ തമ്പുരാട്ടി. പുതിയ വൈദ്യൻ തന്നെ ചികിത്സിക്കണ്ട എന്ന് പറഞ്ഞതാ. എങ്കിൽ നാളെ തന്നെ കെട്ടുമുറുക്കേണ്ടി വരും. മറിച്ചാണെങ്കിൽ തമ്പുരാട്ടിയുടെ ദീനം തീരും വരെ കുശാലായിട്ട് ഇവിടെ തന്നെ കൂടാ. പക്ഷെ ഒന്നുണ്ട്, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടി വേണോ ഇവിടെ കഴിയാൻ. അയ്യോ, തിരുമേനി അടുത്തുള്ളപ്പോഴാണോ എന്റെ ഗുണദോഷം? അതിനെന്താ, കുറുങ്ങോടൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലാലോ. പോരാത്തൊക്കെ വഴിയാൻ വണ്ണം തിരുമേനി പറഞ്ഞു കൊടുത്താ മതി. ഞാൻ പോവാണ്. ലേശം വായാടി എന്നേ ഉള്ളൂ. പറഞ്ഞൊരു കാര്യണ്ട്. മരുന്ന് അടുപ്പത്താ. പാകം നന്നായിട്ട് അറിഞ്ഞോട്ടെ.